അരുവിക്കരയിലെ ബിജെപി മുന്നേറ്റത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വർഗീയവൽക്കരണത്തെ ചെറുക്കുമെന്നും വർഗീയതയ്ക്കെതിരായ ആശയപ്രചരണം ശക്തമാക്കുമെന്നും യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. For the BJP to rise means that our ideological activities in order to meet that threat needs to be strengthened. So that we will do. I mean, it's clear. The indications are clear in these elections and the trends that are increasing. So that will be our first priority. That to strengthen ideological campaigns and to improve the social consciousness of the people in Kerala, so that they do not get into this sort of communal polarization that is sought to be spread by the RSS and the BJP. അരുവിക്കരയിലേത് സഹതാപജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അരുവിക്കരയിലേത് ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി UDF ജയിച്ചൊരു മണ്ഡലം UDF നിലനിർത്തിയതിൽ കവിഞ്ഞ് എന്ത് പ്രത്യേകതയാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ളത്? അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച KS ശബരിനാഥൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 13ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ശബരിനാഥൻ. സാമാജികനായും മന്ത്രിയായും സ്പീക്കറായും ജി കാർത്തികേയൻ 3 പതിറ്റാണ്ട് സജീവ സാന്നിധ്യമായിരുന്ന നിയമസഭയിലേക്ക് അച്ഛൻ്റെ ഓർമ്മകളുമായി മകൻ ശബരിനാഥനെത്തി. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സ്പീക്കർ N ശക്തന്റെ നിർദ്ദേശപ്രകാരം നിയമസഭാ സെക്രട്ടറി PD ശാരംഗധരൻ ശബരിനാഥനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ഭരണ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ അനുഗ്രഹം തേടിയ ശേഷമാണ് ശബരിനാഥൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ശബരിനാഥൻ KS ആയ ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അഭിനന്ദിക്കാനായി അംഗങ്ങൾ തിരക്കുകൂട്ടുന്നതിനിടെ ശബരിനാഥനോട് സീറ്റിലിരിക്കാൻ സ്പീക്കറുടെ നിർദ്ദേശം. സഭയിൽ 6ാം നിരയിലാണ് ശബരിനാഥന്റെ സ്ഥാനം. 13ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന വിശേഷണം ഇനി 31കാരനായ ശബരിനാഥന് സ്വന്തമാണ്. അച്ഛന്റെ പിൻഗാമിയായി ഈ സഭയിലെത്തുന്ന രണ്ടാമനാണ് ശബരിനാഥൻ. നേരത്തെ TM ജേക്കബിന്റെ മരണത്തെ തുടർന്നാണ് അനൂപ് ജേക്കബ് നിയമസഭയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് തള്ളി. MV നികേഷ് കുമാറിനെതിരായ കയ്യേറ്റം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് P ശ്രീരാമകൃഷ്ണനാണ് നോട്ടീസ് നൽകിയത്. പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൃശ്യമാധ്യമങ്ങൾ തെറ്റായ വാർത്ത തിരുത്തുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നത് അഴിമതി മൂടിവെക്കാനെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കുമെതിരെയുണ്ടായ ആക്രമണത്തിനെതിരെയാണ് P ശ്രീരാമകൃഷ്ണൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ബാർക്കോഴയിലെ വെളിപ്പെടുത്തലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് കാരണമെന്ന് P ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതിനെ തുടർന്നാണ് KB ഗണേഷ് കുമാറിനെതിരെയും സർക്കാർ തിരിഞ്ഞതെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം റിപ്പോർട്ടർ TV എഡിറ്റർ MV നികേഷ് കുമാറിനെ UDFകാർ കൂകി വിളിക്കുകയാണ് ചെയ്തത്. പോലീസ് ഉടൻ അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കിയെന്നും അദ്ദേഹം പരാതി തന്നിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ UDFകാർക്കെതിരെ കേസെടുത്തതായും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ആക്രമണത്തെ ഒന്ന് അപലപിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെയുള്ള കള്ളത്തരങ്ങൾ ഇത്തരം ആക്രമണത്തിലൂടെ മൂടിവെക്കാമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിക്കര വിജയത്തിനു ശേഷം ഒരു ഏകാധിപതിയുടെ സ്വരമാണ് ഉമ്മൻചാണ്ടിക്കെന്നും VS പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് ജനാധിപത്യത്തെ കുറ്റമറ്റതാക്കാനുള്ള ചുമതല നിർവഹിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അതുകൊണ്ടാണ് പത്രങ്ങളെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് വിളിക്കുന്നത്. മിസ്റ്റർ ഉമ്മൻചാണ്ടി, മാധ്യമപ്രവർത്തകരെ ശാരീരികമായി അടിച്ചമർത്തി നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുമോ? ഈ ആക്രമണത്തെ നിങ്ങൾക്ക് ഒന്ന് അപലപിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അരുവിക്കര ഫലവും അടിയന്തര പ്രമേയ വേളയിൽ ചർച്ചയായി.
അരുവിക്കരയിൽ കള്ളക്കളി കാണിച്ചാണ് UDF വിജയിച്ചത്. ഇതൊരു രാഷ്ട്രീയ വിജയമല്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ അരുവിക്കരയിലേത് രാഷ്ട്രീയ മാറ്റത്തിന്റെ വിധിയാണെന്നും കാലത്തിന്റെ ചുവടെടുത്ത് മനസ്സിലാക്കാൻ LDFന് സാധിക്കുന്നില്ലെന്നും ഭരണപക്ഷം പറഞ്ഞു. S. ഷീജ, തിരുവനന്തപുരം. കോട്ടയത്ത് വീണ്ടും പോലീസിന്റെ മൂന്നാം മുറ. പോലീസ് മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മരങ്ങാട്ടുപള്ളി സ്വദേശി സിബിക്കാണ് മർദ്ദനമേറ്റത്. ഭരണാനുകൂല പോലീസ് സംഘടനാ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു സിബിക്ക് നേരെ മൂന്നാം മുറ പ്രയോഗമെന്ന് ആക്ഷേപമുണ്ട്. മദ്യപിച്ച് വഴക്കുണ്ടാക്കിയെന്ന പേരിൽ സിബിയെ മരങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് തയ്യാറായില്ല. കസ്റ്റഡിയിലെടുത്തപ്പോൾ തുടങ്ങിയ മർദ്ദനം മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലും തുടർന്നു. മകനെ പിടിച്ചുകൊണ്ടുപോയ വിവരമറിഞ്ഞ് രാത്രി സ്റ്റേഷനിലെത്തിയ മാതാപിതാക്കൾക്ക് കാണാനായത് സ്റ്റേഷന്റെ പുറകുവശത്ത് നഗ്നനാക്കി മഴയത്ത് കിടത്തിയിരിക്കുന്ന മകനെയാണ്. അമ്മ ലീല ബഹളം വെച്ചപ്പോൾ പോലീസുകാർ തങ്ങളുടെ മകനെ കൺമുന്നിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി സെല്ലിന് മുന്നിൽ തള്ളിയിട്ടതായും മാതാപിതാക്കൾ പീപ്പിൾ TVയോട് പറഞ്ഞു. സാറേ, സിബി എന്ന് പറഞ്ഞ് ആളിവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു കയറി വാടോ എന്ന് പറഞ്ഞു. പുറകുവശത്തോട് കൊണ്ടുവന്ന് ഇതുപോലൊരു നടയിൽ ഇങ്ങനെ കിടക്കായിരുന്നു. മഴ നനഞ്ഞ് കിടക്ക ഇങ്ങനെ. അപ്പം മുണ്ടടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ദിവസത്തിൽ ഇങ്ങനെ ഇരിക്കുക. പോലീസുകാർ 2 പേരും കൂടി ഏക്കടാന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നിട്ടും മിണ്ടുന്നില്ല. പിന്നെയും പറഞ്ഞ് ഇങ്ങനെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. എന്നിട്ടും മിണ്ടുന്നില്ല, ഏക്കാൻ പറ്റാതെ കിടക്കുക അവസ്ഥയിൽ. അവിടെ നിന്ന് എഴുന്നേറ്റ് 2 പേരും കൂടെ 2 കൈയുടെ കഴുത്തിലും പിടിച്ച് വെച്ച് ഇങ്ങനെ വലിച്ച് നേരെ ഇങ്ങനെ വലിച്ച് ഇതുപോലെ വലിച്ചു കൊണ്ടുവന്നു ഇവരുടെ ഇരുമ്പഴി അവിടെ കൊണ്ടുവന്ന് കാലിലിട്ട്. പിന്നീട് ചൊവ്വാഴ്ച രാവിലെയോടെ സിബിക്ക് സുഖമില്ലെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് വീട്ടുകാരെ സമീപിച്ചു. അപ്പോഴേക്കും യുവാവിന്റെ നില ഗുരുതരമായി കഴിഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ അടിയേറ്റ് തലക്കുള്ളിൽ രക്തം കട്ടപിടിച്ചിരിക്കുന്നതായി കണ്ടെത്തി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ യുവാവിന്റെ ജീവൻ നിലനിർത്തുന്നത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഭരണാനുകൂല പോലീസ് സംഘടനാ നേതാവിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് വീട്ടുകാർ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ സഭയിൽ പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ മറുപടി. സരിതയിൽ നിന്ന് വധഭീഷണിയുള്ളതായി ടീം സോളാർ മുൻ മാനേജർ. എല്ലാം ശരിയാക്കാമെന്ന് പാലായിൽ വെച്ച് മുഖ്യമന്ത്രി സരിതയ്ക്ക് വാക്ക് നൽകിയതായും ടീം സോളാർ മുൻ മാനേജർ രാജശേഖരൻ നായർ സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ഒരു പൊതുചടങ്ങിൽ വെച്ച് സരിത മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ നേരത്തെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ആ സമയം സരിത എന്താണ് സംസാരിച്ചതെന്ന കാര്യമാണ് രാജശേഖരൻ കമ്മീഷനോട് വെളിപ്പെടുത്തിയത്. പാലക്കാട് 100 ഏക്കർ സ്ഥലത്ത് സോളാർ പാനൽ സ്ഥാപിക്കാൻ സർക്കാർ സഹായിക്കണമെന്ന് സരിത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്ത് സഹായം വേണമെങ്കിലും നൽകാമെന്ന് മുഖ്യമന്ത്രി സരിതയോട് പറയുകയും ചെയ്യുന്നത് താൻ നേരിട്ട് കേട്ടുവെന്ന് രാജശേഖരൻ മൊഴി നൽകി. മുഖ്യമന്ത്രിക്ക് റിസോർട്ട് പണിയുന്നതിനായി കൊച്ചി വല്ലാർപാടത്ത് ഏക്കർ കണക്കിന് ഭൂമി സലീം രാജും സരിതയും ചേർന്ന് വാങ്ങിക്കൂട്ടിയെന്ന് രാജശേഖരൻ മൊഴി നൽകി. സരിതയും മന്ത്രിമാരും ചേർന്നുള്ള അനധികൃത ഇടപാടുകൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ തന്നെ കൊല്ലുമെന്ന് സരിത ഭീഷണിപ്പെടുത്തിയതായും രാജശേഖരൻ കമ്മീഷനോട് വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, ഇത്തരം ആൾക്കാർ എത്രമാത്രം സരിതയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ സോഴ്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബിസിനസ് സംബന്ധമായിട്ട് എന്തെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ഹെൽപ്പുകൾ, ഇതെല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സോളാർ കമ്മീഷൻ അവരെ ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട്. സോളാർ കേസ് ഒത്തുതീർക്കുന്നതിനായി ബെന്നി ബെഹനാൻ MLAയും തമ്പാനൂർ രവിയും ഇടനിലക്കാരായി നിന്ന് പണം കൈമാറിയെന്ന് രാജശേഖരൻ പറഞ്ഞു. സരിതയെ ജാമ്യത്തിലിറക്കാനായി പലരിൽ നിന്നും സ്വരൂപിച്ച 86 ലക്ഷം രൂപ ഫെനി ബാലകൃഷ്ണന്റെ കൈവശമുള്ളതായി സരിത തന്നോട് പറഞ്ഞിരുന്നുവെന്നും രാജശേഖരൻ മൊഴി നൽകി. സരിതയുമായുള്ള ഫോൺ സംഭാഷണമടക്കമുള്ള ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ മാസം 9 ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. 13 രാജശേഖരൻ വീണ്ടും കമ്മീഷന് മൊഴി നൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ പഴയകാല SFI പ്രവർത്തകരുടെ സംഗമം തിരുവനന്തപുരത്ത് നടന്നു. 40ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു സംഗമം. അടിയന്തരാവസ്ഥക്കാലത്തെ SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ 1971 ജൂലൈ 1 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയവരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. 24 പേരായിരുന്നു മാർച്ചിൽ പങ്കെടുത്തത്. പോരാട്ടത്തിന് 40ാം വാർഷികം അന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് എന്നെ തലശ്ശേരിയിൽ എൻ്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ SI എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുകയല്ലേ, നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ?
അടിയന്തരാവസ്ഥ ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതം പാഴായി പോകും. അതുകൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്ന് എഴുതി തന്നാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാമല്ലോ. എന്നാൽ ഞാൻ ആഭ്യന്തര മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ പോലീസ് സൂപ്രണ്ടായി മാറിയ ആ പോലീസ് ഓഫീസർ എന്നെ വന്ന് സല്യൂട്ട് ചെയ്ത രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുകൊണ്ട് മാർച്ചിന് നേതൃത്വം നൽകിയ MA ബേബി, G സുധാകരൻ, M വിജയകുമാർ എന്നിവർക്കൊപ്പം മാർച്ചിൽ പങ്കെടുത്ത പഴയകാല പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു. SFI സംസ്ഥാന കമ്മിറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പകർച്ചപ്പനി നേരിടാനായി കൂടുതൽ ഡോക്ടർമാർ, ഫാർമസിസ്റ്റ്, സ്റ്റാഫ് നഴ്സ് എന്നിവരെ നിയമിക്കും. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. പകർച്ചവ്യാധികൾ പടരുന്ന വിഷയം ആഴ്ചതോറും അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും കാര്യങ്ങൾ വിലയിരുത്താനും യോഗം ചേരും. മന്ത്രിമാരായ VS ശിവകുമാർ, MK മുനീർ, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവരും മറ്റുന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തൃശൂരിൽ കരിമ്പനിക്ക് പുറമെ തക്കാളിപ്പനിയും പടരുന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് തക്കാളിപ്പനി സ്ഥിരീകരിച്ചു. ഏറെ ഭീതി പടർത്തിയ കരിമ്പനിക്ക് പിന്നാലെയാണ് തൃശൂരിൽ തക്കാളിപ്പനിയും പടർന്നു പിടിക്കുന്നത്. ജില്ലയിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നഗരസഭാ പരിധിയിലുള്ളവരാണ് രോഗബാധിതരിൽ ഏറെയും. ശക്തമായ പനിക്കൊപ്പം വായിലും കൈകാലുകളിലും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതാണ് രോഗലക്ഷണം. ശരീരമാസകലം ചെറിയ കുരുക്കളും രൂപപ്പെടും. ഇവയിൽ നിന്ന് പുറത്തുവരുന്ന സ്രവങ്ങളിലൂടെയാണ് രോഗം പടരുന്നത്. സാധാരണഗതിയിൽ കുട്ടികളിലാണ് തക്കാളിപ്പനി പെട്ടെന്ന് പടരുക. മുമ്പും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ രോഗത്തിന് ചികിത്സ ലഭ്യമാണ്. യഥാവിധമുള്ള ചികിത്സ ലഭ്യമാക്കിയാൽ 3 ആഴ്ചയ്ക്കകം രോഗം പൂർണ്ണമായി ഭേദമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കോളനികളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി ത്വക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തി. ക്ഷയരോഗവും പടരുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കരിമ്പനി പടർന്നതോടെ സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയതായി ആരോപണം ഉയർന്നിരുന്നു. മഴ ശക്തമായതോടെ പകർച്ചപ്പനികൾക്കൊപ്പം അപൂർവ രോഗങ്ങളും പടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയ പോലെ ചില മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. സഹകരണ സ്ഥാപനങ്ങൾക്ക് ബ്ലേഡ് സ്ഥാപനങ്ങളുടെയും മൈക്രോ ഫിനാൻസിംഗ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിന് നിലവിലുള്ള സഹകരണ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സഹകാരികൾക്ക് കഴിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം വടവുകോട് ഫാമേഴ്സ് ബാങ്കിന്റെ നവീകരിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലേഡ് ഏർപ്പാടുകളും അമിതമായ പലിശ ഈടാക്കുന്ന മൈക്രോ ഫൈനാൻസ് സംവിധാനത്തെയും കണ്ടുകൊണ്ട് പുതിയ സമീപനം സ്വീകരിക്കാൻ കഴിയണം. അപ്പോൾ നിയമത്തിൽ ചില ഭേദഗതികൾ വേണ്ടി വരും. അതോടൊപ്പം ഇക്കാര്യത്തിൽ കുറെ കൂടി തുറന്ന മനസ്സോടെ സമീപനം സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ സഹകാരികൾക്ക് കഴിയേണ്ടതുമുണ്ട്. പാഠപുസ്തക അച്ചടി വൈകിയതിൽ ഹൈക്കോടതി വിശദീകരണം തേടി. സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും വൈകുന്നുവെന്നും ഓണപരീക്ഷയ്ക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ചങ്ങനാശ്ശേരി സ്വദേശി ശിവകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് 53.5 ലക്ഷം സ്കൂൾ പാഠപുസ്തകങ്ങളുടെ അച്ചടി സ്വകാര്യ പ്രസ്സിനെ സർക്കാർ ഏൽപ്പിച്ചു. എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള KBPSനെ പാഠപുസ്തകങ്ങളുടെ അച്ചടി ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് പ്രത്യേകം ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് ഹർജിക്കാർ പരാതിപ്പെട്ടു. ഹർജി പരിഗണിച്ച കോടതി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ ഇതിന് ഒരാഴ്ചത്തെ സാവകാശം തേടിയിരുന്നു. കേസ് ഇന്ന് വീണ്ടും പരിഗണനയ്ക്കെടുക്കവേ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സർക്കാരിൻ്റെ നടപടിയിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു. കേസ് വീണ്ടും പരിഗണിക്കാനായി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൺസ്യൂമർ ഫെഡിനെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭരണസമിതി. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ സഹകരണ വകുപ്പ് സെക്രട്ടറിയെ സമീപിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നടത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ചെയർമാൻ ജോയ് തോമസ് വ്യക്തമാക്കി. കൺസ്യൂമർ ഫെഡിൽ സമീപകാലത്ത് ഉയർന്നുവന്ന അഴിമതി കഥകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി സഹകരണ വകുപ്പ് സെക്രട്ടറി P. വേണുഗോപാൽ IASനെ സമീപിച്ചത്. MDയും ചെയർമാനും അടക്കമുള്ളവർ അഴിമതി ആരോപണങ്ങളുടെ കരിനിഴലിൽ നിൽക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനാലാണ് അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന്
ചെയർമാൻ ജോയി തോമസ് പ്രതികരിച്ചു. ഇതിനെ തകർക്കാനുള്ള ശ്രമമൊക്കെ പലരും നടക്കുന്നുണ്ട്, എന്നെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നവർ കാണും, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് വസ്തുതാപരമായ റിപ്പോർട്ടുകൾ വരണം, അതൊക്കെ അന്വേഷിക്കണമെന്നാണ് ഇന്ന് സെക്രട്ടറിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ അധികാരമില്ല, അഭ്യർത്ഥിച്ചിരിക്കുക ഞങ്ങൾ. അവർ അന്വേഷിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നിയമസഭയിൽ നടത്തിയ അഴിമതി ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഇലക്ടഡ് ബോഡിയാണ്, VS ആണോ തീരുമാനിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം നിയമസഭയിൽ അത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? ഞാൻ നിയമസഭയിലില്ല, അല്ല ഞങ്ങൾ ആരും നിയമസഭയിലുള്ള ആളുകളല്ല. ഞങ്ങളുണ്ടെങ്കിലേ ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അതേസമയം MD ടോമിൻ ജെ തച്ചങ്കരിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് ജോയി തോമസ് മലക്കം മറിഞ്ഞു. ഇല്ല, മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാരിൽ നിന്നുള്ള കർശന നിർദ്ദേശത്തെ തുടർന്ന് AI ഗ്രൂപ്പ് ബോർഡ് അംഗങ്ങൾ വിടുപ്പലക്കാതെയാണ് യോഗത്തിൽ പങ്കെടുത്തത്. പൊതുവിതരണ മേഖലയിൽ സജീവമാകുന്നതിന് കൺസ്യൂമർ ഫെഡിനെ പ്രാപ്തമാക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ഉടൻ ലഭ്യമാക്കണമെന്ന് ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാംഗ്ലൂരിൽ അന്തരിച്ച കെൽട്രോൺ സ്ഥാപക ചെയർമാൻ KPP നമ്പ്യാരുടെ മൃതദേഹം ഇന്ന് ജന്മനാടായ കല്യാശ്ശേരിയിൽ എത്തിക്കും. വിവരങ്ങളുമായി PV ജോഷ്ല ചേരുന്നു. ജോഷ്ല, എപ്പോഴാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും? ധന്യ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ രംഗത്തെ സാങ്കേതിക വിദഗ്ധനും കെൽട്രോൺ സ്ഥാപക ചെയർമാനുമായ പത്മഭൂഷൺ KPP നമ്പ്യാർ ഇന്നലെ രാത്രി 7:50 അദ്ദേഹത്തിന്റെ മൃതദേഹം ബംഗളൂരുവിൽ നിന്നും ഉച്ചയോടുകൂടി നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ബാംഗ്ലൂരുവിലെ പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കല്യാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നാളെ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താം. ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി, രാത്രി 10 മണിയോടുകൂടി കല്യാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ സ്വവസതിയിലേക്ക് മൃതദേഹം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നാളെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും അതിനുശേഷം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും ചെന്നൈ പച്ചയ്യപ്പ കോളേജിൽ നിന്ന് ഊർജ്ജതന്ത്രത്തിൽ ബിരുദവും നേടിയ അദ്ദേഹം 1973 കെൽട്രോണിന്റെ പ്രഥമ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി 1987 ബംഗളൂരുവിൽ നാംടെക് എന്ന സ്ഥാപനത്തിന് രൂപം നൽകി. 2006 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. സൗമ്യ. ധന്യ. PV ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. റംസാൻ കാഴ്ചകളിലേക്ക്. റംസാൻ നാളുകളിൽ വ്രതം നോറ്റ നോമ്പ് തുറന്ന വിശ്വാസികൾ കഴിയുമ്പോൾ അനാഥാവസ്ഥയിൽ അയൽവാസികളുടെ കാരുണ്യം കൊണ്ട് മാത്രം കഴിയുകയാണ് കണ്ണൂർ ഇരിട്ടിയിലെ ബീതാത്തയും ആയുഷുമയും. റംസാനിലെ ഒരു വേറിട്ട ജീവിത കാഴ്ചയിലേക്ക്. റംസാൻ നാളുകളിൽ വിശ്വാസികൾ നോമ്പ് നോൽക്കുമ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒക്കെയും കണ്ട് നിരാശരായി കനത്ത മഴയിലും ഇടിയിലും പേടിച്ചു കഴിയുന്ന 2 ആത്മാക്കളുണ്ട് ഇരിട്ടി വള്ളിത്തോട് ആനപ്പത്തി കവലയിലെ പഴകി ദ്രവിച്ച് വീഴാറായ പൂണോത്തുടി വീട്ടിൽ. ബീതാത്തയും ആയുഷുമയും. 2 പേർക്കും വയസ്സ് 80 കഴിഞ്ഞു. മക്കളും മരുമക്കളും ഉണ്ടായിട്ടും ഇവർക്കിന്ന് ആരുമില്ല. ഞമ്മക്കേ ആരുമില്ല, ഞാനുണ്ട്, ഇവിടെ ഉണ്ട് ദൈവം, അത് മാത്രമേ ഉള്ളൂ. നിൽക്കുമ്പോൾ ശരീരം വിറയ്ക്കും. മലമൂത്ര വിസർജനത്തിന് കാടുകയറിയ കക്കൂസിൽ പോകാനാവില്ല. മുറ്റത്ത് പ്രാഥമിക കൃത്യം നടത്തി അതിൽ തന്നെ വിറച്ചു വീഴും. അയൽക്കാർ കണ്ടാൽ ഓടി വന്ന് വൃത്തിയാക്കി കൊടുക്കും. ഇവരുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ നോക്കാൻ ആരും ഇല്ലാത്ത സ്ഥിതികളാണുള്ളത്. ഇവർ ആരോഗ്യ പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ ഇവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇതാണ്. മിക്ക ദിവസവും തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ടുവരല്. ആരെങ്കിലും ഭക്ഷണം നൽകിയാൽ അന്നത്തേക്കായി. നോമ്പിനെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെ പറയും. നോമ്പ് കാലല്ലേ, നോമ്പെടുക്കാറുണ്ട്? ഇല്ല, പഠിക്കലില്ല, ഒന്നും തിന്നാനില്ല അത്താഴത്തിന്. ചോർന്നൊലിച്ച് പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ മക്കൾ പോലും നോക്കാനില്ലാതെ അവശരായി കഴിയുമ്പോഴും കറണ്ട് ബില്ലടക്കേണ്ട ഗതികേടിലാണിവർ. വള്ളിത്തോട് നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.